ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ കണ്ടല്ലോ. ഇന്നത്തെ ലഞ്ച് ബോക്സിൽ അസ്സലാമലൈക്കും. ഊത്തപ്പം റെഡിയാക്കി കൊടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഊത്തപ്പത്തിന്റെ മാവ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അതാണ് ഈ കാണിക്കുന്നത്. ഊത്തപ്പം നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന ഈസ്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മാവിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് സ്നാക്സിൽ വെക്കാനായിട്ട് കുട്ടി കുട്ടി ഊത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം ഊത്തപ്പാണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പം ഊത്തപ്പായ ഇവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിക്ക് ഇത് മതി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഊത്തപ്പം എന്നല്ല, ഈ ഒരു ഈസ്റ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മാവില് ഉള്ള ഏത് അപ്പമായാലും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കാളി ഉള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തി ചട്നി എന്നൊക്കെ പറയാം. എന്തായാലും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പത്തിലേക്കൊന്നും തൂവി പോകാതിരിക്കാനാണ് ഇങ്ങനെ കുഞ്ഞു പാത്രത്തിൽ ആക്കി കൊടുക്കുന്നത്. അതിന് തന്നെ കള്ളിയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഇങ്ങനെ ചട്നി തൈര് ഇങ്ങനത്തതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കി കൊടുത്താൽ ഇതിൽ വെക്കും ചെയ്യാം, അവർക്ക് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടി ഊത്തപ്പം ഇതുപോലെ റെഡിയാക്കി എടുത്ത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. സ്നാക്സിൽ അത് തന്നെ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതങ്ങനെ വെച്ചു കൊടുത്തത് കേട്ടോ. കുട്ടി ഊത്തപ്പാകുമ്പോൾ അവർക്ക് സ്നാക്സ് ടൈമിൽ എടുത്ത് കഴിക്കാനും വളരെ എളുപ്പമായിരിക്കും. അതങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ചാൽ മതി. പിന്നെ ആ മാംഗോ കട്ട് ചെയ്തതെന്ന് ഒരു 3-4 പീസ് മാംഗോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറുന്നതിന് ശേഷം കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടച്ച് കെട്ടിപ്പൊതിഞ്ഞ് ബാഗിൽ കിറ്റിലൊക്കെ ആക്കി കൊടുത്ത് ഇവന്മാരെ അപ്പോൾ ഇനി ഇവന്മാരെ സ്കൂൾ പറഞ്ഞു വിടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും സേഫ് ടേക്ക് കെയർ. ബൈ.